ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകൻ ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി മുൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ. പ്രതിപട്ടികയിലുള്ള 3 പേർക്ക് കേസുമായി ഒരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റു ചിലരെ രക്ഷിക്കാൻ അലൻ, ജെറിൻ, ടോണി എന്നിവരെ പ്രതികളാക്കുകയായിരുന്നു. ധീരജിനെ കുത്താൻ ഉപയോഗിച്ച കത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൈവശമാണുള്ളതെന്നും പാർട്ടി നേതൃത്വം ഇടപെട്ടാണ് കത്തി മാറ്റിയതെന്നും ഉടുമ്പൻചോല നിയോജക മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റ് സെബി എബ്രഹാം റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആദ്യം പ്രതികരണം കേൾക്കാം. ധീരജ് വധക്കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംഘടനാ പ്രവർത്തകരാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, പാർട്ടി നേതാവുണ്ട്. ഞങ്ങൾ ധീരജ് കേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ട് ഡോറിന്റെ ബോട്ടിൽ ഹോൾഡർ ഇരിക്കുന്ന ഇതിന്റെ ഇപ്പുറത്തെ ഗ്യാപ്പിൽ നിന്നൊരു കത്തി എടുത്ത് എന്നെ കാണിച്ചു. എൻ്റെ അടയാളങ്ങളൊക്കെ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇതേതാണ് എന്നറിയാമോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണോ എന്ന് ചോദിക്കുന്നു. അതേ എന്ന് പറയുന്നു. ജസ്റ്റ് ഒരു 5 സെക്കൻഡ്. പക്ഷെ അടയാളങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതും ഒക്കെ ആയതുകൊണ്ട് ആ കത്തിയുടെ അടയാളങ്ങളും കാര്യങ്ങളും എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ആ 2 പേരുടെ കയ്യിൽ ആ കത്തി വരണം എന്നുണ്ടെങ്കിൽ പാർട്ടി അറിയാതെ ഒരിക്കലും മാറ്റുകയില്ല. പോലീസ് ഇവരുടെ കൈ കത്തിയിരിക്കുമ്പോൾ പോലീസ് അവിടെ കിടന്ന് തപ്പിയിട്ടും ഇവർക്ക് ഈ കത്തി കിട്ടാനുള്ള സാഹചര്യം ഇല്ലല്ലോ. പോലീസ് ചോദിച്ചാൽ, ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ ആര് ചോദിച്ചാലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തും. സന്ദീപ് രാജാക്കാടുണ്ട് വിശദാംശങ്ങളുമായി. സന്ദീപ്, ഈ സെബി എബ്രഹാമിന് ഇതുമായുള്ള ഒരു ബന്ധം എന്താണ്? എങ്ങനെയാണ് അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയത്? ഇപ്പോൾ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്താൻ എന്താണ് കാര്യം? അന്വേഷണ ഉദ്യോഗസ്ഥരോട് മൊഴി നൽകിയിട്ടുണ്ടോ ഇക്കാര്യം? വിനീത വേണു, നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്ന ഒരു കേസല്ല. കാരണം ഇതിപ്പോൾ വിചാരണയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഏതാണ്ട് കുറ്റപത്രം 600 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു. അതിനുശേഷം 160ഓളം സാക്ഷികളെ ഒക്കെ ഇതിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കത്തി കണ്ടെത്തുവാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഈ 1ാം പ്രതിയായിട്ടുള്ള നിഖിൽ പൈലി കാട്ടിലേക്ക് കത്തി വലിച്ചെറിഞ്ഞു എന്നുള്ള മൊഴിയായിരുന്നു നൽകിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധനയൊക്കെ നടത്തിയെങ്കിൽ പോലും ഇന്നും കത്തി കണ്ടെടുക്കുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ കത്തിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൈവശമുണ്ട് എന്നും അത് താൻ നേരിട്ട് കണ്ടു എന്നും വെളിപ്പെടുത്തലുമായി ഇപ്പോൾ സെബിൻ എബ്രഹാം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. ഒപ്പം തന്നെ MP-യുടെ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ. അങ്ങനെ സജീവമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനവുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരവും ഇല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ നടത്താത്തത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളുമായി പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടായിരുന്നു അത്തരം കാര്യങ്ങൾ പറയാതിരുന്നത്. പക്ഷേ ഈ കാര്യങ്ങളും തൻ്റെ സംശയങ്ങളും തൻ്റെ ആരോപണങ്ങളും എല്ലാം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ അതിനായിട്ടൊന്നും ഒരു നടപടിയും ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ കത്തി കണ്ടതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി തന്നെ താൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പോലീസിന് ഇന്നും കത്തി കിട്ടാത്തത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2-3 പേർ നേരിട്ട് ബന്ധമില്ലാത്തവരാണ് ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇടപെടലിലാണ് അത്തരമൊരു നടപടി ഉണ്ടായത് എന്നും ഈ സെബിൻ എബ്രഹാം പറഞ്ഞു വെക്കുകയാണ്. 2ാം പ്രതി ജെറിൻ ജോജോ, ഒപ്പം തന്നെ 3ാം പ്രതി ടോണി, 8ാം പ്രതിയായിട്ടുള്ള അലൻ ഇവർ കേസിൽ നേരിട്ട് ബന്ധമുള്ളവരല്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ സെബിൻ എബ്രഹാം വ്യക്തമാക്കുന്നത്. കാരണം ഈ ആദ്യഘട്ടത്തിൽ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആദ്യം അവിടെ അടി നടക്കുന്നു. പിന്നീട് ജെറിൻ ജോജോ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ വാഹനത്തിൽ കയറി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സറണ്ടർ ആകുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീടാണ് ഈ കേസിൽ 2ാം പ്രതിയായി ചേർക്കുന്നത് എന്നതടക്കമുള്ള ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് ഇപ്പോൾ സെബിൻ എബ്രഹാം നടത്തിയിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിൽ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളുമായി നമ്മൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്നുകൂടി അറിയണം. ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇനിയുള്ള കാര്യങ്ങൾ എന്താണ്, നിയമ നടപടികൾ, നിയമസാധുതകൾ എന്താണ് എന്നതുകൂടി പരിശോധിക്കണം. സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.